എല്ലാവർക്കും നമസ്കാരം. റീസണിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. SSC GDയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല ആൾക്കാരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എക്സാം എഴുതിയതിനൊക്കെ ശേഷം ഒരുപാട് പേര് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സന്തോഷം ഒക്കെ അക്കാഡമിയെ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപക്ഷെ റിപ്ലൈ ഒന്നും തരാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വരുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേര് ചോദിച്ചു, സാർ SSC GD എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ തന്നെ CRPF എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതിയോ? മതി മക്കളെ, ഡെഫിനറ്റ്ലി മതി. നിങ്ങൾ SSC GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് തീരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ രീതിയിലാണോ? നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ്സസ് നിങ്ങൾക്കറിയാം, നമ്മൾ തീരെ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്നും അല്ല ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വസ്റ്റ്യൻസ് അല്ലെ, മാത്സിന്റെ ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പലർക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫോളോ ചെയ്യാൻ വരെ ബുദ്ധിമുട്ട് വന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ CRPF എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും MTS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നമ്മുടെ GDയുടെ എല്ലാ ക്ലാസ്സുകളും പ്രയോജനപ്പെടും. കൂടാതെ ഇനി നമ്മൾ CRPF MTS CHSL റേഞ്ചിലേക്ക് വരുന്ന ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ തമ്പനിയിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളും കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ നമ്മുടെ എഫേർട്ടുകൾ, ക്ലാസ്സുകളൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒക്കെ നമ്മൾക്ക് സത്യത്തിൽ പല സ്റ്റേറ്റുകളിൽ നിന്ന് വരെ നമുക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ GDയുടെ സീരീസ് ക്ലാസ്സുകൾ ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് പോലും നമുക്ക് പല ആൾക്കാരുടെയും ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടു എന്നുള്ള കമന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഈ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ക്ലാസ്സുകൾ കണ്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓഫ്ലൈൻ ക്ലാസ് വേണ്ടവർ മറക്കാതിരിക്കുക. ട്രിവാൻഡ്രത്ത് നമ്മുടെ അക്കാഡമി ഓപ്പൺ ആവുന്നുണ്ട്. കൊട്ടാരക്കര മാത്രമല്ല, ട്രിവാൻഡ്രത്ത് പലരുടെയും ആവശ്യമായിരുന്നു അത്. അപ്പോൾ അതുകൂടി ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലുള്ള നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ വളരെ സിൻസിയറായി പഠിച്ച് പോവുക. ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ് ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നത് റീസണിങ്ങിലെ സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് റാൻഡമായി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അത് നമ്മുടെ ഈ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരും അതുപോലെ ഇനി എഴുതാനിരിക്കുന്നവർക്കും എല്ലാം പ്രയോജനമാകട്ടെ എന്ന ചിന്തയിലാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സീരീസ്. മക്കളെ, സീരീസ് എന്ന് പറയുമ്പോൾ എല്ലാ എക്സാമിനകത്തും സീരീസ് ഇല്ലടാ. എല്ലാ എക്സാംസിനകത്തും സീരീസ് ഇല്ല. ഞാൻ നിങ്ങൾക്ക് സമയം തരിക, നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. എല്ലാവരും ആൻസർ കമന്റ് ചെയ്ത് പോകണം. ഞാൻ പറയുന്നു, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ഇതിന്റെ ആൻസർ ഗസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഗസ് ചെയ്യടാ. എന്താണ് ഇതിന്റെ ആൻസർ? എന്താണ്? 8, 24, 12, then dash 18, 54. ഇതാണ് നമ്മുടെ സീരീസ്. മക്കളെ, ഇതിന്റെ ആൻസർ എന്ത് വരും? നമ്മളൊരു സീരീസ് കണ്ടാൽ ആദ്യം അതിന്റെ ഡിഫറൻസുകളിലേക്ക് ഒന്ന് ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്താണ്? അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എത്ര? ഇവിടുത്തെ ഡിഫറൻസ് 16 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 12ന്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ നമ്പർ നമുക്ക് അറിയില്ല. ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 18 ആണ്. ദെൻ ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? 54 ആണ്. അപ്പോ എന്താണ് ഈ ഡിഫറൻസുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ 16, ഇവിടെ 14 കുറഞ്ഞു വരികയാണെങ്കിൽ അടുത്ത ആര് വരണം? അടുത്ത ഒരു 12 ഒക്കെ മറ്റു വരണം. പക്ഷെ 12ൽ നിന്ന് 12 പോയാൽ 0 വരുള്ളൂ. ഇവിടെ 12ലൂടെ 12 ആഡ് ചെയ്താൽ 24 വരും. പക്ഷെ 24 ഇവിടെ ഇല്ല. അപ്പൊ എന്താ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ നമ്മൾ അടുത്തടുത്തുള്ള ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കുമ്പോൾ പ്രത്യേകത ഒന്നും കാണാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട പാറ്റേൺ ഡിഫറൻസ് അല്ല, മറ്റെന്തെങ്കിലും പാറ്റേൺ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? 8ഉം 24ഉം തമ്മിൽ 8 × 3 24 ആണെന്ന് അറിയാം. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ 24, 12 തമ്മിലുള്ള പ്രത്യേകത എന്താ? 24ന്റെ പകുതി അല്ലേടാ 12. ശരിയാണോ? 12ന്റെ × 3 നമുക്ക് എന്ത് വരാം? 36 വരാം. അവൻ ഓപ്ഷൻ ഉണ്ട്, അവിടെ കിടക്കട്ടെ. ഈ 36ന്റെ പകുതി എടുത്താൽ 18 അല്ലേടാ വരുന്നേ? ആണല്ലോ. ശരിയാണോ? അപ്പൊ ആ പോയിരിക്കുന്നത് വെച്ചിട്ട് ഈ സീരീസ് നമുക്ക് എന്ത് പറയാം? 18 × 3 24, 54. ഇവിടെ എന്ത് വന്നു? × 3 വന്നു. അപ്പൊ ക്ലിയർ ആണ്. എന്താ ഇവിടുത്തെ പാറ്റേൺ? ഇതാണ്. ഒരു ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. നല്ലൊരു സീരീസ് പാറ്റേൺ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ലോജിക്ക് മനസ്സിലായി. മക്കളെ, നമ്പർ സീരീസ് അല്ലേടാ. അപ്പൊ എന്ത് ഐഡിയ വേണമെങ്കിലും അതിനകത്ത് വന്നുകൂടെ?
അപ്പൊ നമുക്ക് ഒറ്റ വഴിയേ ഇതിനുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസും ഓരോ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ വിട്ടേക്കുക, അല്ലെങ്കിൽ പുതിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടേടാ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? 975 975 864 753 642 ഇങ്ങനെ പോയാൽ അടുത്ത എന്തോ വരുടാ? 531 അല്ലേടാ വരുന്നത്. എന്താണ്? 111 വെച്ച് കുറഞ്ഞു പോയാൽ അടുത്തത് വരേണ്ടത് എന്താണ്? 111 സബ്ട്രാക്ട് ചെയ്താൽ 531. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരുന്നു. ഇങ്ങനെ 111 വ്യത്യാസം വരുന്ന സീരീസുകൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ മക്കളെ. എന്താണ്? 0 2 9 28 65 നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ ചെയ്യും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോ എന്നറിയണം. എന്താ പറഞ്ഞു? 65 നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? 64 ഒരു സംഖ്യ. വല്ല പ്രത്യേകതയും തോന്നുന്നുണ്ടോ? 64 ഒരു സംഖ്യയാണ്. പിന്നെന്താ? 27 ഇതിന്റെ അടുത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ. 8 പിന്നെന്താ? 8 1 0. ഞാൻ പറഞ്ഞ എഴുതി മനസ്സിലായി. 0യുടെ ക്യൂബ്, 1ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്. അപ്പൊ അടുത്ത് എന്ത് വരണം? 5ന്റെ ക്യൂബ്, 125. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന 65, ഇവിടെ വന്നിരിക്കുന്ന 28, ഇവിടെ വന്നിരിക്കുന്ന 9, ഇവിടെ വന്നിരിക്കുന്ന 2 ആണ്. ഇവിടെ എന്താണ്? 0 ആണ്. എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു പോക്ക് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ വരേണ്ടത് 126. കാരണം എന്താ? 5 ക്യൂബ് പ്ലസ് 1 അല്ലേ വരേണ്ടത്? അല്ലേ? ആണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 126 റൈറ്റ് ഉത്തരമാണെന്ന് പറയാം. കണ്ടോ? അപ്പൊ ഈ സംഖ്യകളുടെ പ്രത്യേകതയാണ് നമ്മൾ എടുത്തത്. എന്താണ് സംഖ്യകളുടെ പ്രത്യേകത? ക്യൂബുകളാണ് തന്നിരിക്കുന്നത്. അതേ പ്ലസ് 1 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. 0 പക്ഷെ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാണ്? 3 7 13 21 31. മക്കളെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടെങ്കിൽ പറ. 3 ഡിഫറൻസ് നമ്മൾ നോക്കി. ഈ സംഖ്യകളുടെ പ്രത്യേക ഡിഫറൻസുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 7 4 വരുന്നത്. 7 13 13 7 6 വരുന്നത് അല്ലേ? ദെൻ 13 21 വരുമ്പോ എത്ര വരും? 8 വരും. 21 10 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ഗസ് ചെയ്യാൻ പറ്റുമല്ലോടാ. എന്താണ്? 12 43 ഉത്തരം വരും. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരുന്നു. കൃത്യമല്ലേ? 43. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 21 55 19 50 17 45. എന്താ ആൻസർ? കമന്റ് ചെയ്യാൻ പറ്റുന്നവർ കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യാൻ പറ്റുന്നവർ കമന്റ് ചെയ്യാം. 21 55 19 50. എടാ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ കാണുന്നില്ല. 21 minus 2 19 minus 17 minus 2 17 minus 2 15 അല്ലടാ ഇവിടെ വരേണ്ടത്. ഓൾട്ടർനേറ്റീവ് പാറ്റേൺ അല്ലേ? 55 മൈനസ് 5 50 മൈനസ് 5 45. ഓൾട്ടർനേറ്റീവ് ഒരിടത്ത് -2 ഡിക്രീസ് ചെയ്ത് പോകുന്നു, ഒരിടത്ത് -5 ഡിക്രീസ് ചെയ്ത് പോകുന്നു. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി 15. ചുമ്മാതിരിക്കുമ്പോൾ വെറുതെ ചെയ്ത് നോക്കുക. വെറുതെ അങ്ങ് ചെയ്ത് നോക്കണം. കുറെ സീരീസുകൾ എടുത്ത് വെറുതെ ചെയ്ത് നോക്കണം. എന്താണ് ഈ സീരീസിന്റെ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഈ സംഖ്യകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് 6ന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ ക്യൂബാണ്, ഇത് 4ന്റെ സ്ക്വയർ ആണ്, ഇത് 3ന്റെ ക്യൂബാണ്, ഇത് 2ന്റെ സ്ക്വയർ ആണ്, ഇത് 1ന്റെ ക്യൂബാണ്, ഇത് 0യുടെ സ്ക്വയർ ആണ്. അപ്പൊ ഒരെണ്ണം സ്ക്വയർ വെച്ച് പോകുന്നു, ഒരെണ്ണം ക്യൂബ് വെച്ച് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് വരണം? 7ന്റെ ക്യൂബ് വരണം. ആരാ വരണ്ടേ? 340. പോയ പാറ്റേൺ കൃത്യമായിട്ട് പിടിച്ചാൽ ഇതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ചെയ്തെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്പർ സീരീസ് നമ്മുടെ സമയം കളയുന്ന ഒരു സാധനം. ഒരു സീരീസ് കാണുമ്പോൾ നമ്മൾ അതിൽ സ്ട്രക്ക് അടിച്ചവിടെ ഇരിക്കും, യാതൊരു സംശയവും ഇല്ല.
അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്താണ് സമയമെടുക്കും. അപ്പൊ എത്ര നമ്പർ ഓഫ് സീരീസസ് ചെയ്ത് നോക്കാൻ പറ്റുമോ അത്രയും നമ്പർ ഓഫ് സീരീസസ് എന്ത് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കുക. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസ് ഞാൻ ആവശ്യത്തിന് തരാം, ക്വസ്റ്റ്യൻസ് ടെലഗ്രാം ചാനലിൽ ആവശ്യത്തിന് തരാം. അപ്പൊ ക്വസ്റ്റ്യൻസിലല്ല പ്രശ്നം, നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നാളെ തന്നെ ടെലഗ്രാം ചാനലിൽ കുറെ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം കേട്ടോ, കുറെ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർ പറയും സാറേ ഞാൻ CRPF അപ്ലൈ ചെയ്ത് ഇനി അതിന് വേറെ റീസണിങ് ആണ്. ഒരു റീസണിങ്ങും ഇല്ല. ഈ പഠിച്ച റീസണിങ് നമ്പർ സീരീസ് എല്ലാത്തിനും ഒന്ന് തന്നെ. MDS ആണ് ഞാൻ അപ്ലൈ ചെയ്തത്, അതിന് ഈ ടോപ്പിക് ഉണ്ടോ? ഉണ്ട്. സീരീസ് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ഞാൻ അടുത്ത ദിവസം ഈ എക്സാമുകളുടെ എല്ലാ റീസണിങ് കോമൺ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യും മക്കളെ, യൂട്യൂബിൽ കമന്റ് ചെയ്യും, ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കുക. കാര്യം അതിലൂടെ നമുക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ മാറിയിട്ട് ആൽഫബറ്റ് സീരീസിലോട്ട് പോയി. BFKQ എന്താ മക്കളെ? ABCDEF എന്ന് പറഞ്ഞാൽ 4, F കഴിഞ്ഞിട്ട് GHIJK 5, K കഴിഞ്ഞിട്ട് LMNOPQ 6, Q കഴിഞ്ഞിട്ട് PQRSTUVWX X is the right answer. 7 ആണ് വരേണ്ടത്. 7 ആണ് വ്യത്യാസം വരേണ്ടത്. 7ന്റെ വ്യത്യാസം അവിടെ വരണം. അപ്പൊ എന്ത് വരണം? അപ്പൊ എന്ത് വരണം? X ആണ് വരേണ്ടത്. കറക്റ്റ് ആണേ? നോക്കണം. PQ കഴിഞ്ഞിട്ട് PQRSTUVWX ഏഴാമതായിട്ട് വരുന്ന ആളാരാണ്? X ആണ്. മനസ്സിലായി? എല്ലാ അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് ആണ്, അതുകൊണ്ട് അത് തിരിഞ്ഞു പോവാൻ ഇടവരരുത്. ഓപ്ഷൻ A. അടുത്ത ക്വസ്റ്റ്യൻ എന്തോ മക്കളെ? എന്തുവാണ് ഈ ക്വസ്റ്റ്യൻ? LDOERF അല്ലേ? DEF. അപ്പൊ എന്താണ് മക്കളെ ഇവിടെ? LO ABCDFGHIJK LMNO 3 ആണ്, ഇവിടെ 1 ആണ്. OPQR 3 ആണ് വന്നേക്കുന്നത്, ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത R PQRSTU ആണ് വരേണ്ടത്. ഉത്തരം U ആണ് വരേണ്ടത്. ഓപ്ഷൻ A ആണ് വീണ്ടും കറക്റ്റ് ഉത്തരമായിട്ട് വരേണ്ടത്. കത്തി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആൾട്ടർനേറ്റീവ് പാറ്റേൺ ആയിരുന്നു. നമ്പർ സീരീസിലും ആൽഫബറ്റ് സീരീസിലും ആൾട്ടർനേറ്റീവ് പാറ്റേൺസ് വരാം, അത് മനസ്സിലാക്കുക. എന്താണ്? ABC FGH LMN അങ്ങനെയാണ് ആര്? ABCDEF എന്താണ്? 3. H IJKL 4, LMNOPQRS 5 വരണമെങ്കിൽ S ആവട്ടെ. അപ്പൊ എസിൽ തുടങ്ങുന്ന STU ഉണ്ട്. സോ ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? ആൽഫബറ്റ് സീരീസ് വളരെ എളുപ്പമാണ്. നമ്പർ സീരീസിന് അത്രയും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒപ്പം ഒന്ന് ചെയ്തു പോവുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ. AEN MQZ CGP AEN MQZ. എയിൽ നിന്ന് എമ്മിലേക്ക് വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ എഴുതി? AEN CGP എന്താണ്? ACG. എയിൽ നിന്ന് C ABC EFG LMNOP2. അപ്പം MQZ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ആൾട്ടർനേറ്റ് പാറ്റേൺ ആട്ടോ. ഇവിടെ നിന്നാണ് +2 വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? അടുത്ത +2 വരേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് +2 വരണം. M കഴിഞ്ഞിട്ട് LMNO OHL രണ്ടെണ്ണം ഉണ്ട്. QRS S. അപ്പോൾ OSB ആണ് റൈറ്റ് ഉത്തരം വരേണ്ടത്. Z കഴിഞ്ഞിട്ട് AB. ഓക്കെ, ക്ലിയർ? രണ്ടിന്റെ വ്യത്യാസം വരുമ്പോൾ OSB. കറക്റ്റ് ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ സീരീസിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇത്തരം പാറ്റേൺസുകളെ കംപ്ലീറ്റ് ചെയ്യുക. എന്താണ്? ഇവിടെ നമ്മൾ ഏത് പാറ്റേൺ, ഇപ്പൊ ഞാൻ ചെയ്യേണ്ട ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുക. CDCD എന്തെങ്കിലും കാണുന്നുണ്ടോ? CDCE DDC CDDE. പ്രത്യേകിച്ച് ഒരു പാറ്റേണും ഇല്ല. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ഇട്ട് കൊടുക്കുകയാണെ. രണ്ടാമത്തവനെ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. DCCC CDDC CDDE CDDC പാറ്റേൺ ഇല്ല, തട്ടി. മൂന്നാമത്തവനെ ഇട്ട് കൊടുക്കുക. DCED
CDD 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 പാറ്റേൺ കണ്ടോ? CDDE 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 എന്നൊരു പാറ്റേൺ നമുക്ക് കിട്ടി. എന്തിട്ട് കൊടുത്തപ്പോൾ? ഓപ്ഷൻ നമ്പർ സി ഇട്ട് കൊടുത്തപ്പോൾ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. BAB ABB BAAAB പാറ്റേൺ കിട്ടുന്നില്ല. ഞാൻ അടുത്തവനെ ഇട്ട് കൊടുക്കും. BAB ABB BAB കണ്ടോ? ഇവിടുത്തെ പാറ്റേൺ നിങ്ങൾ നോക്കിയേ. BAB ഒരു പാറ്റേൺ, അത് കഴിഞ്ഞിട്ട് ABB അടുത്തൊരു പാറ്റേൺ, BAB മറ്റൊരു പാറ്റേൺ, അടുത്ത എന്താ ABB. കണ്ടോ? അപ്പൊ BAB ABB BAB ABB. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ അവിടെ കിട്ടി. സംഭവം പറ്റിയല്ലോ. ഓക്കെ, അപ്പോ ഞാനൊരു 12 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ നാളെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ കുറെ നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പൊ എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നാളത്തെ ഒന്നുകിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ വിടാം, അതേപോലെ തന്നെ നാളെ ഞാൻ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനൊന്ന് നമ്മുടെ SSC GD, അതുപോലെ തന്നെ നമ്മുടെ MTS, അതുപോലെ തന്നെ CRPF, അതുപോലെ IB, ഈ വരുന്ന എക്സാമുകളുടെ എല്ലാം കൂടെ റീസണിങ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നാളെ തരാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തരാം, ടെലഗ്രാം ചാനലിൽ വിടാം, അതുപോലെ തന്നെ നാളെ സ്ലൈഡ് ആയിട്ടും തരാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് വെറുതെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് സീരീസ് അങ്ങ് ഓക്കെ ആക്കാം. സീരീസ് പഠിച്ചങ്ങ് സെറ്റ് ചെയ്യാം. എല്ലാ എക്സാംസിനും വേണ്ട സീരീസിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നമ്പർ സീരീസ് ഉണ്ട്, ആൽഫബറ്റ് സീരീസ് ഉണ്ട്, ഇതുപോലുള്ള പാറ്റേൺ മാച്ചിങ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ഒപ്പം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സീരീസ് പഠിച്ചങ്ങ് തീർത്ത് വെക്കാൻ ശ്രമിക്കുക. എല്ലാ എക്സാംസിനും വേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.